ഹലോ, ഇന്ന് നമുക്ക് വീട്ടിലെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ ഡെസേർട്ട് റെസിപ്പി ഉണ്ടാക്കാം. ആദ്യമായി ഒരു പാൻ വെച്ചിട്ട് 2 കപ്പ് പാല് ഒഴിക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും പാൽപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. അത് നമ്മുടെ രുചി അനുസരിച്ച് ചേർക്കുക. മധുരം അനുസരിച്ചിട്ട് കുറവെങ്കിൽ കുറവ് ചേർക്കുക, കൂടുതലെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇനി നല്ല മരുന്ന് മിക്സ് ചെയ്യുക. അടുത്തായിട്ട് ഞാൻ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ ചൗരി എടുത്തിട്ടുണ്ട്. ചൗരി പൗഡറാണ്. അത് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം. അടുത്തതായി നമുക്ക് പാലൊന്ന് നല്ല മാതിരി തിളപ്പിക്കാം. നല്ല മാതിരി തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ആ സമയത്തിന് നമുക്ക് കുതിർക്കാൻ വെച്ചിരുന്ന ചൗരിയുടെ പൊടി ഒന്ന് വേവിച്ചെടുക്കാം. പാലൊന്ന് നല്ല മാതിരി തിളച്ചിട്ട് കുറച്ച് നേരം നമ്മൾ തിളപ്പിച്ചപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചൗവരിയും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തിളപ്പിച്ച പാലും വേവിച്ച് വെച്ച ചൗവരിയും കൂടി ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം കുറച്ച് നേരം. തണുത്തതിന് ശേഷം പാലിലേക്ക് ചൗവരി വേവിച്ച് വെച്ച കൂടി ചേർക്കുക. നല്ല ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ടി പിടിച്ച് കിടക്കും പല ഭാഗത്തായിട്ട്. അതുകൊണ്ടാണ് ഞാൻ തണുപ്പിച്ചിട്ട് ചേർക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മിനിറ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു 5-6 തുള്ളി വാനില എസൻസ് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുമാതിരി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സൗകര്യമായിട്ട് ഒരു പ്ലേറ്റോ ഏതെങ്കിലും കണ്ടെയ്നറോ അലുമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കണ്ടെയ്നർ എടുത്തിട്ട് അല്പം ഒന്ന് നെയ്യൊന്ന് പുരട്ടി വയ്ക്കുക. ഞാനിപ്പോൾ കണ്ടെയ്നർ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആ മിക്സർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം ഒരു 15 മിനിറ്റ് നേരം. ചൗരി ചേർത്ത കാരണം പെട്ടെന്ന് ഒന്ന് ടിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ, ടൂട്ടി ഫ്രൂട്ടി എന്നൊക്കെ പറയുന്നത്, അതോ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ചെറിയ ഫ്രൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ ഒരു 15-20 മിനിറ്റോളം വെച്ചേക്കാം, തണുപ്പിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യണം. പക്ഷേ ഈ കണ്ടെയ്നറിൽ ഇപ്പോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ അതുകൊണ്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ആദ്യമേ തന്നെ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിരുന്നാൽ മാറ്റേണ്ട ആവശ്യം വരത്തില്ല, കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. റൂമിൽ നല്ല ടെമ്പറേച്ചറാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ മെൽറ്റായി തുടങ്ങിയത്. ഇനി പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണത്. വീട്ടിലെ ഐറ്റംസ് മാത്രം മതി, പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാൻ എടുക്കുന്ന അത്ര സമയം മാത്രമേ ഉള്ളൂ ആവശ്യം വേണ്ടി വരുന്നത്. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാം.